ബി എൻ ടി പി സിയുടെ എക്സാംസ് വരാറായല്ലേ. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് നമുക്ക് ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ അഡ 24/7 മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാത്സ് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അരിത്തമെറ്റിക് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ അഡ്വാൻസ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ ടി പി സിയുടെ മാത്സ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആനുവൽ കലണ്ടർ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ്, ജൂലൈ ടു സെപ്റ്റംബർ മാസങ്ങളിലാണ് നോൺ ടെക്നിക്കൽ പോസ്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ടോട്ടൽ 2 to 6 വരെ വരുന്ന ലെവലുണ്ട്. ഓക്കെ, അതായത് അതിൽ ഗ്രാജുവേറ്റ് ലെവൽസ് വരുന്ന 4, 5, 6ഉം അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരുന്ന 2ഉം 3ഉം ഒക്കെ നമുക്ക് ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇനി ജൂനിയർ എഞ്ചിനീയേഴ്സ്, പാരാമെഡിക്കൽ കാറ്റഗറീസ് ഒക്കെ നമുക്ക് ജൂലൈ ടു സെപ്റ്റംബർ വരെ പ്രതീക്ഷിക്കാം. ALP ആൻഡ് ടെക്നീഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞു, എല്ലാവരും അപ്ലൈ ചെയ്തതുമാണ്. ഇനി നമുക്ക് ഒക്ടോബർ ടു ഡിസംബർ വരുന്നത് ലെവൽ 1, അതുപോലെ മിനിസ്ട്രീരിയൽ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് കാറ്റഗറീസ് ആണ് നമുക്ക് ഒക്ടോബർ ടു ഡിസംബർ. ഇവിടെ നമുക്ക് 2 to 6 വരെയാണ്. ഇനി ലെവൽ 1 ഉണ്ട്, അത് ഒക്ടോബർ ടു ഡിസംബർ ആണ് നമുക്ക് ആ പരീക്ഷകൾ വരാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജൂലൈ ടു സെപ്റ്റംബർ ആണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ജാനുവരി ടു ഫെബ്രുവരി നമുക്ക് എക്സാംസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് മാത്സ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം കുറച്ച് ടിപ്സ് കാര്യങ്ങളൊന്നും നോക്കാം. ആദ്യം നമുക്ക് എക്സാം ഡേറ്റ്സിനെ പറ്റി നല്ലൊരു അവെയർ ഉണ്ടായിരിക്കാം. ഓക്കെ, എക്സാം ഡേറ്റ്സ്, അതായത് നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പോഴാണെന്നും എക്സാം ഡേറ്റ്സ് ഏകദേശം ഒരു ജാനുവരി ഫെബ്രുവരി 2025 ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാര്യം ഒന്ന് മനസ്സിലൊന്ന് ഫിക്സ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ജൂലൈയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അതായത് ഒരു 5 to 6 months നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് പ്രിപ്പറേഷൻസ് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് സ്മാർട്ട് സ്ട്രാറ്റജി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് CBT 1 കൊണ്ടിങ്ങ് പോരാം. അതുപോലെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ CBT 2 നമുക്ക് ഇങ്ങ് പിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല റെയിൽവേയിൽ ഏറ്റവും നല്ല പോസ്റ്റുകളാണ് 2 to 6 വരെ വരുന്നത്, അതായത് സ്റ്റേഷൻ മാസ്റ്റർ വരെ വരുന്ന പോസ്റ്റുകൾ. അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കളയരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എക്സാം ഡേറ്റ്സ് ഒരു ജാനുവരി ഫെബ്രുവരി മാസം ഒന്ന് ഒരു കട്ട് ഓഫ് ഡേറ്റ് അങ്ങ് ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് എക്സാം ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല, എന്നാലും ഒരു കട്ട് ഓഫ് ഡേറ്റ് നമുക്കങ്ങ് ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബോത്ത് CBT 1, CBT 2, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, CBT 1 എക്സാമിന് നിങ്ങൾ മാത്സ് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം CBT 2ന്റെ മാത്സും പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം. CBT 1 ഞാൻ പഠിച്ചു, CBT 2 ഞാൻ പിന്നെ പഠിക്കാം, അങ്ങനെയല്ല. CBT 1നോടൊപ്പം തന്നെ CBT 2 മാത്സ് പ്രിപ്പയർ ചെയ്യുക. വലിയ വ്യത്യാസമൊന്നുമില്ല. CBT 1 അതേ സിലബസ് തന്നെയാണ് CBT 2 വരുന്നത്. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് ഈസി ടു മോഡറേറ്റ് ലെവൽ വരെ വരുന്ന ക്വസ്റ്റ്യൻസ്, ബേസിക്സ്, കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ പഠിക്കാം. ഇനി കംപ്ലീറ്റ് മാത്സ് ടോപ്പിക്കും അറിഞ്ഞിരിക്കണം. കംപ്ലീറ്റ് എന്തൊക്കെയാണ്, നമുക്ക് അരിത്തമെറ്റിക് സെക്ഷനിൽ എന്താണുള്ളത്, നമ്മുടെ അഡ്വാൻസ് സെക്ഷനിൽ എന്താണുള്ളത്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്സ് ടോപ്പിക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് CBT 1 PYQ. നമുക്ക് CBT 1 പല ഷിഫ്റ്റുകളിലാണ് നടന്നത്. കഴിഞ്ഞ ഡിസംബർ എക്സാം, എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം ആ ടൈമിലായിരുന്നു നമുക്ക് എക്സാം എന്തോ CBT 1 പരീക്ഷ എങ്ങാണ്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് അത് തൊട്ട് ഏകദേശം ഒരു മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വരെ നമുക്ക് എക്സാംസ് പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാർച്ചിലായിരുന്നു തോന്നുന്നു നമ്മുടെ CBT 2 പരീക്ഷ. അപ്പം അത്രയും മാസങ്ങൾ, അതായത് ഏകദേശം ഒരു 2 to 3 months എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്രയും മാത്രം PYQs നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും PYQs നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ അത്രയും PYQs നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ഒന്ന് നോക്കുക. ഓക്കെ, എന്തൊക്കെയാണ് നല്ലപോലെ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ PYQs കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. ഏത് ഏരിയയിൽ നിന്നാണ് നമുക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു ഫുള്ളൊരു എന്താ പറയുക, ഒരു ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻസിലോട്ട് നിങ്ങൾ പോകാൻ. അടുത്ത് ഡെയിലി നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യുക. ഡെയിലി ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും, ഡെയിലി ഒരു 8 hours ഞാൻ ഇതിന് വേണ്ടിയിട്ട് പഠിക്കും, അല്ലെങ്കിൽ മാത്സിന് ഞാൻ ഒരു 4 to 5 hours ഞാൻ ഡെയിലി എടുത്ത് പഠിക്കും, കൂടെ ഡെയിലി ക്വിസസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊരു ഡെയിലി ടൈം അലോക്കേഷൻ കൊടുക്കുക മാത്സിന്. ഇനി CBT 1 മാത്സ് ലെവൽ എന്ന് പറയുന്നത്
വളരെ വളരെ സിമ്പിൾ ആയിരുന്നു. മാത്സ് ലെവൽ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കണം. അതുപോലെ മാത്സ് ലെവൽ നമുക്ക് വളരെ സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2019 വിളിച്ച പരീക്ഷയിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക്. ഇനി ഫാസ്റ്റ് കാൽക്കുലേഷൻസ് ആയ സ്ക്വയേഴ്സ്, ക്യൂബ്സ്, റൂട്ട്സ് ഇതെല്ലാം ഡെയിലി ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും ഇതൊക്കെ ഒന്ന് പഠിച്ചൊന്ന് സെറ്റായി വരാൻ. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന സ്ക്വയേഴ്സ്, ക്യൂബ്സ്, റൂട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 15-20 മിനിറ്റിനുള്ളിൽ വെച്ചിട്ട് അത് സെറ്റ് ആവുന്ന രീതിയിൽ ഡെയിലി കാൽക്കുലേറ്റ്. അപ്പോൾ നിങ്ങളുടെ ആക്യുറസി ആൻഡ് സ്പീഡ് അവിടെ കൂടുന്നതായിരിക്കും. ടൈം മാനേജ്മെന്റ് ചെയ്യാനും പറ്റും. കാരണം ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് ചെയ്തിരിക്കുക. മൾട്ടിപ്പിൾ റിവിഷൻ ആൻഡ് പീരിയോഡിക് പീരീഡ്സ്. അപ്പം പീരിയോഡിക് ബേസിസിൽ മൾട്ടിപ്പിൾ റിവിഷൻസ് നടത്തിയിരിക്കണം. മാത്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു, നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചു, സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു, പോട്ടെ ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനറിയാമെന്ന് വിചാരിച്ച് നമുക്കിരുന്നാൽ മതിയോ? ഇല്ല. പിന്നെ റിവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റിവിഷൻസ് എക്സാം വരെയും റിവിഷൻസ് കൊണ്ടുപോകുക. അതും പീരിയോഡിക് ബേസിലായിട്ട് തന്നെ നിങ്ങൾ റിവിഷൻസ് കൊണ്ടുപോകുക. അതായത് മാത്സ്, റീസണിങ്, അതുപോലെ GK, അങ്ങനെ ഓരോന്നും നിങ്ങളുടെ ഇതിനനുസരിച്ച് ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഏതാണെന്ന് എനിക്ക് പഠിക്കാൻ മൂഡ്, അത് ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് പീരിയോഡിക് റിവിഷൻസ് നടത്തുക. അത് കഴിഞ്ഞ് നമ്മുടെ ബെസ്റ്റ് ബുക്സ്, റിസോഴ്സസ്. ഇപ്പോൾ ബുക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മാത്സിന് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. നമ്മുടെ അഡയിൽ തന്നെ, അഡ സ്റ്റോറിൽ തന്നെ നിങ്ങൾക്ക് റെയിൽവേയുടെ ടെക്സ്റ്റ് ബുക്കുകൾ, മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അതല്ലാതെ തന്നെ നമുക്ക് കിരൺ പബ്ലിഷേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അത് നല്ലതാണ്, റെയിൽവേ ഇത് വരുന്നത്. അതുപോലെ ആരിഹാൻഡിന്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളത് വാങ്ങിക്കുക. അത് കോൺസെപ്റ്റ്, അതുപോലെ അതിനകത്ത് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. പിന്നെ റിസോഴ്സ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ അട 24/7 ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. ഡെയിലി ക്വിസസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സബ്ജക്ട് വൈസ് ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, PDFs ഉണ്ട്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഡെയിലി ക്വിസസ് കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവാം. ഓക്കെ, ഇന്ന് നിങ്ങൾ ഫാസ്റ്റ് കാൽക്കുലേഷൻ ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ക്വിസ് ഇട്ട് ചെയ്യുക. അതല്ല നിങ്ങളിപ്പോൾ ഒരു മാത്സിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന റേഷ്യോ, പ്രപ്പോർഷൻ, അതുപോലെ പെർസെൻറ്റേജ്, ആവറേജ്, ഇങ്ങനെയുള്ള ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസിലേക്ക് കയറാവുന്നതാണ്. ഡെയിലി ക്വിസസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവാം. ഇത് നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നമുക്ക് ആ ഒരു സിലബസ് എന്താണെന്ന് നോക്കാം. അതിൽ അരിത്തമെറ്റിക് സെഷൻ വരുന്നതാണ് ഈ പറയുന്നതെല്ലാം. സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, LCM ആൻഡ് HCF, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ഏജസ്, ഷെയർസ് വരും. പാർട്ട്ണർഷിപ്പ്, മിക്സഡ് ആൻഡ് അലിഗേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻസ്, ബോർഡ്സ് ആൻഡ് സ്ട്രീംസ്, SICI, ഇൻസ്റ്റാൾമെന്റ്സ്, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സർട്സ് ആൻഡ് ഇൻഡിസസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, പ്രോബബിലിറ്റി, പ്രോഗ്രഷൻ, സെറ്റ് തിയറി ആൻഡ് വെൻ ഡയഗ്രാം, അതുപോലെ കോർഡിനേറ്റ് ജോമെട്രി. ഇത്രയും നമ്മുടെ അരിത്തമെറ്റിക് സെഷനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ്. ഇതിൽ സിംപ്ലിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിംപ്ലിഫിക്കേഷൻ നിന്ന് നമുക്ക് എന്തായാലും ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് സിംപ്ലിഫിക്കേഷൻ. അതുപോലെ നമ്പർ സിസ്റ്റം ആൻഡ് LCM ആൻഡ് HCF, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, ഒരെണ്ണം കൂടെ ഉണ്ട്, ആവറേജ്. ഓക്കെ, ആവറേജിന്റെ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. അതായത് ഈ 3 ടോപ്പിക്സ് ആണ് ബേസിക് ടൂൾസ് എന്നറിയപ്പെടുന്നത്. അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. റേഷ്യോ പ്രപ്പോർഷൻ പഠിച്ചാൽ ഏജസും ഷെയർസ് ബേസ്ഡ് പ്രോബ്ലംസും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പാർട്ട്ണർഷിപ്പും റേഷ്യോ പ്രപ്പോർഷൻ ബേസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. മിക്സഡ് ആൻഡ് അലിഗേഷൻ പഠിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസും ടൈം ആൻഡ് വർക്കും ഒക്കെ ചെയ്യാം. അതൊരു മെത്തേഡാണ്. അതല്ല നിങ്ങൾക്ക് റേഷ്യോ പ്രപ്പോർഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെച്ച് വേണമെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുകൾ ചെയ്യാം. അതിൽ ടൈംസ് ആൻഡ് ഡിസ്റ്റൻസിനകത്താണ് ട്രെയിൻസ്, ബോർഡ്സ് ആൻഡ് സ്ട്രീംസ് ഒക്കെ ഒരേ രീതിക്ക് പോകുന്നതാണ്. SICI പഠിച്ചാൽ ഇൻസ്റ്റാൾമെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചാൽ ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ടൈം ആൻഡ് വർക്ക് ആൻഡ് പൈപ്സ് ആൻഡ് സിസ്റ്റംസ് ഒരേ കോൺസെപ്റ്റിൽ പോകുന്ന 2 ചാപ്റ്ററുകളാണ്. സർട്സ് ആൻഡ് ഇൻഡിസസ്, നമുക്ക് എക്സ്പൊണൻസ് അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളാണ് സർട്സ് ആൻഡ് ഇൻഡിസസിനകത്ത് വരിക. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഗ്രാഫ് ടൈപ്പ്, പൈ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, അതുപോലെ ബാർ ഗ്രാഫ്. അപ്പൊ ഗ്രാഫ് ടൈപ്പ് വരുന്നതാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും മീൻ, മോഡ്, മീഡിയൻ, അതുപോലെ വേരിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെ വരുന്നതാണ് എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ പ്രോബബിലിറ്റി ചാൻസസ് ആണ്. പ്രോഗ്രഷൻ, AP, GP, HP അത് ഏത് വേണമെങ്കിലും നമുക്ക് പ്രോഗ്രഷനിൽ ചോദിക്കാം. പിന്നെ വരുന്ന കോർഡിനേറ്റ് ജോമെട്രിയും സെറ്റ് തിയറി ആൻഡ് വെൻ ഡയഗ്രാം. ഇപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനകത്ത്. അപ്പൊ ഇത്രയും കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ ഈസിയാണ്. ഇതൊന്നുമില്ല, നമുക്ക് ഒരുവിധം നല്ല ബേസിക്സ് ഉണ്ടായിരിക്കാം.
ഇനിയില്ല നിങ്ങൾക്ക് ബേസിക്സ് ഒന്നും അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ബേസിക്സ് പഠിക്കൂ, കോൺസെപ്റ്റ്സ് പഠിക്കൂ. നമുക്ക് ഒരുപാട് അറിയാം പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ബേസിക്സ് എല്ലാം എനിക്കറിയാം, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് എനിക്ക് ഒരു ഉപയോഗമില്ല. ഒന്നും അറിഞ്ഞൂടാതെ, അതായത് ഇപ്പൊ നിങ്ങൾ 10th വരെ പഠിച്ചു അല്ലെങ്കിൽ +2 വരെ പഠിച്ച മാത്സ് നിർത്തിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങളൊരു സാധാരണ ഒരാൾ 4 to 5 hours എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 hour കൂടെ കൂടുതലെടുത്ത് ഒന്ന് പഠിച്ചാൽ സെറ്റ് ആവുന്ന കാര്യമുള്ളൂ. ഡെയിലി പ്രാക്ടീസിൽ കൂടി ടോപ്പ് സ്കോർ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അതിൽ നിങ്ങളൊന്നും വറീഡ് ആവേണ്ട കാര്യമില്ല. ഡെയിലി പ്രാക്ടീസ് അങ്ങ് ചെയ്തിരുന്നാൽ മാത്രം മതിയാവും. ഇനി അഡ്വാൻസ്ഡ് മാത്സ് ആണ് ഈ പറയുന്ന ഓൾജിബ്ര, ട്രിഗണോമെട്രി, അതുപോലെ ജോമെട്രി, മെൻസുറേഷൻ, 2D 3D. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അഡ്വാൻസ്ഡ് മാത്സ് ആണ്. ഇതിനകത്തൊന്നും ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ വലിയ വലിയ ടൈപ്പ് ഒന്നും അല്ല, വളരെ കുഞ്ഞു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ബേസിക്സ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ, കാര്യങ്ങൾ വരിക. ഇനി എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ സിസ്റ്റം, അതായത് ഒരു റഫ് കാൽക്കുലേഷൻ ആണ്, പ്രീവിയസ് ഇയർ ഷിഫ്റ്റുകൾ പ്രകാരം ചെയ്തിട്ടുള്ള ഒരു റഫ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഇതിന്റെ പരീക്ഷ എന്ന് പറയുന്നത് സെക്ഷൻ വൈസ് അല്ല തരുന്നത്. ഇപ്പോൾ മാത്സ്, റീസണിങ്, അതുപോലെ GK ഇതെല്ലാം നമുക്ക് മിക്സപ്പ് ആയിരിക്കും, സ്കാറ്റേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കൺഫ്യൂസിങ് ആയിരിക്കും. ഇത് എവിടെ കിടക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് ഇതിൽ പ്രകാരമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഷിഫ്റ്റുകൾ പ്രകാരമുള്ള ഒരു റഫ് കാൽക്കുലേഷനിലാണ് ഈ പറയുന്നത്. മാക്സിമം എത്ര വരാം എന്നുള്ളത് ഞാൻ പറയുന്നതാണ്. നമ്പർ സിസ്റ്റത്തിൽ നിന്നും HCFൽ നിന്നും നമുക്ക് മാക്സിമം 4 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. മാക്സിമം 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം നമ്പർ സിസ്റ്റത്തിൽ നിന്നും. അതുപോലെ LCMൽ നിന്നും HCFൽ നിന്നും നമുക്ക് 4 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നല്ല, കഴിഞ്ഞ ഷിഫ്റ്റുകൾ പ്രകാരം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. ഇനി പെർസെൻറ്റേജും റേഷ്യോയും പ്രപ്പോർഷനും ആവറേജും വെച്ച് നോക്കുകയാണെങ്കിൽ ആവറേജും കൂടെ ഉണ്ടേ. അപ്പൊ ഇത് 3 കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസോളം നമുക്ക് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ഇതിൽ നിന്നും 2 ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻസ് നേരത്തെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ടൈം ആൻഡ് വർക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ടൈം ആൻഡ് വർക്കിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് ഓരോ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാം. ഏതൊക്കെ ഷിഫ്റ്റുകളിലാണ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് അത് ഓരോ ഇതായിട്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസ് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ഓൾജിബ്രയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, ഓൾജിബ്രയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കഴിഞ്ഞതിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾജിബ്രയിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ട്രിഗ്നോമെട്രി ആൻഡ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ജോമെട്രിയിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മെൻസുറേഷൻ 2D ആൻഡ് 3D ചേർത്ത് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ. ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെ ഉണ്ട്. പാർട്ട്ണർഷിപ്പ്, അതായത് ചില ഷിഫ്റ്റുകളിൽ മാത്രമേ ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഒക്കെ ചില ഷിഫ്റ്റുകളിൽ മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി മിക്സർ ആൻഡ് അലിഗേഷൻ ആണെങ്കിലും ചില ഷിഫ്റ്റുകളിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മിക്സർ ആൻഡ് അലിഗേഷനിൽ ചോദിച്ചിട്ടുണ്ട്. സർട്സ് ആൻഡ് ഇൻഡിസസ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചില ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. വെരി ഫ്യൂ ഷിഫ്റ്റുകളിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വീതം വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി അങ്ങനെയാണ്. അപ് ടു 2 ക്വസ്റ്റ്യൻസ് വരെ ചില ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി അപ് ടു 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കോർഡിനേറ്റ് ജോമെട്രി നമുക്ക് അപ് ടു 2 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചില ഷിഫ്റ്റുകളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത്രയാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് ഷിഫ്റ്റുകൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഏകദേശം ഉള്ള ടോപ്പിക്സ് എല്ലാം കവർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ,
പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ല, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കവർ ചെയ്തതെന്നും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മെയിൻലി വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡെയിലി ക്വിസസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അഡ 24/7 ആപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് കാണും. ഈ ഒരു പേജിൽ ഈ കേരള എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഡെയിലി ക്വിസ് ചെയ്യാം. ഈ കേരള മാറ്റിയിട്ട് SSC ആൻഡ് RRB എന്നുള്ളതും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതെടുത്തിട്ട് നമുക്ക് ഡെയിലി ക്വിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡെയിലി വൈസ് നമുക്ക് ഓരോ സബ്ജക്റ്റിനെയും ക്വിസസ് കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊരു സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് വേണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും സെൽഫ് സ്റ്റഡി ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം സെൽഫ് സ്റ്റഡിയെക്കാട്ടിലും ഒരു എക്സ്റ്റേണലി ഒരാളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ ഈസിയാണ്. നമുക്കൊരു അതായത് ഒന്ന് എൻജോയ് ചെയ്ത് പഠിക്കാനും പറ്റും. നമുക്ക് ചോദിക്കാൻ, അതായത് എന്താണ് ഇപ്പോൾ ഡൗട്ട്സ് ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡിയെക്കാട്ടിലും നിങ്ങളൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ അഡ 24/7 മലയാളത്തിൽ ഇപ്പോൾ റെയിൽവേ ബാച്ച് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് കാര്യങ്ങളൊക്കെ പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് June 7th സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും വൈകിട്ടില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അഡ 24/7 മലയാളം ഗൂഗിളിൽ കൊടുക്കുക. അതിൽ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ കുറച്ച് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ റെയിൽവേ ബാച്ച് 2 കണ്ടോ? ഓക്കെ, ഇത് എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. 220 അവേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. 10 ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കണ്ടോ, 10 ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, നമുക്ക് ലൈവ് ക്ലാസ് വരുമ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് കണ്ടോ എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഓരോ ഫോൾഡറിനകത്തും ഓരോ ആൾക്കാരും പഠിപ്പിച്ച, ഓരോ ടീച്ചേഴ്സ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ്. ഇത് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ്. വിത്ത് റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ലൈവ് ക്ലാസ് എന്താണോ പോയത് അതിന്റെ സെയിം റെക്കോർഡ് ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇതിന്റെ റിയൽ പ്രൈസ് 72799 ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ നൗ കൊടുത്ത് കൂപ്പൺ കോഡ് Y340 കൊടുക്കുമ്പോൾ 2323 അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക മാത്സിൻ്റെത്. ഇനി റീസണിങ് നമ്മൾ പുറകെ ഇതുപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ GKയുടെയും GSന്റെ ഒക്കെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ചോദിച്ചതെന്നും എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.